ദിനംപ്രതി അനേകം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പല പ്രശ്നങ്ങളും നമ്മെ വരിഞ്ഞു മുറുക്കുമ്പോൾ എങ്ങനെ ഒരു പരിഹാരം കാണാമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. പരിഹാരം കാണാതെ വരുമ്പോൾ നിരാശരായിട്ട് തീരുന്നു. എന്നാൽ ഒരു ദൈവവേലനെ സംബന്ധിച്ച് അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ പ്രാർത്ഥന എന്ന ആയുധം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. യേശു കർത്താവ് പ്രാർത്ഥനയ്ക്ക് നല്ല മാതൃകയാണ്. ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ മുതൽ ഇന്ന് ജീവിക്കുന്ന അനേക ഭക്തന്മാർ വരെ അവരഭിമുഖീകരിക്കുന്ന അനേക പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതും ബലപ്പെട്ടതും പ്രാർത്ഥനയാലാണ്. എന്നാൽ ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ചുള്ള അറിവുകേടും പ്രാർത്ഥനയുടെ കുറവുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. തിരക്കേറിയ ജീവിതത്തിൽ ശാന്തതയോടും സമയത്തോടും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അനേകരുടെ പ്രാർത്ഥനാ സമയം മാധ്യമങ്ങൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പ്രാർത്ഥനയുടെ ആവശ്യകതയും ലക്ഷ്യവും വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഒരു പള്ളി സന്ദർശിക്കുവാൻ ഏതാനും സഞ്ചാരികൾ എത്തി. വിശാലമായ പള്ളിയിലെ എല്ലാ കാഴ്ചകളും മണിക്കൂറുകളോളം കാണുവാനായിട്ട് ഉണ്ട്. ഓരോന്നും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഇടവപ്പട്ടക്കാരൻ ഉൾപ്പെടെയുള്ളവർ സന്ദർശകരോട് ഇങ്ങനെ പറയും: ഇത്ര മനോഹരമായ ഈ ദേവാലയം പലവിധ അക്രമങ്ങളെയും യുദ്ധങ്ങളെയും ഒക്കെ അതിജീവിച്ചു. ഇത്രയും ഭംഗിയായി ദീപാലങ്കാരത്തോടുകൂടി നിൽക്കുവാൻ നിങ്ങൾക്കിത് കാണുവാൻ സാധിക്കുന്നത് ഇതിൻ്റെ അടിവശത്തെ മുറിയിൽ ക്രമീകരിച്ചിരിക്കുന്ന പവർ സ്റ്റേഷൻ്റെ പ്രവർത്തനമാണ്. വിരോധമില്ലെങ്കിൽ അതുകൂടി കണ്ട് മടങ്ങുക. സന്ദർശകർ വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്ന ദേവാലയത്തിൻ്റെ പവർ സ്റ്റേഷൻ കാണുവാൻ താഴത്തെ അറയിലേക്ക് പോകുവാനായി താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ വളരെയേറെ പടികൾ ഇറങ്ങി ചെല്ലണമെന്നും വളരെ സൂക്ഷിക്കണമെന്നും അവരെ പ്രത്യേകം ഓർമ്മിപ്പിക്കും. ദേവാലയ നടത്തിപ്പുകാരോടുകൂടി അറയിലുള്ള മുറി തുറക്കുമ്പോൾ കാണുന്നത് മുട്ടുമേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെയാണ്. അപ്പോൾ നടത്തിപ്പുകാർ ഇങ്ങനെ പറയും: ഇതാണ് ഞങ്ങളുടെ പവർ സ്റ്റേഷൻ, അതെ, പ്രാർത്ഥനയെന്ന പവർ സ്റ്റേഷൻ. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ചിട്ടപ്പോൾ പത്രോസിന് വിടുതലിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ ഇടയായി. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവം എന്നത് വേദപുസ്തകത്തിൻ്റെ ശ്രദ്ധേയമായ പഠിപ്പിക്കലാണ്. പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരെ അതിശയിപ്പിക്കുന്ന പ്രവൃത്തികളും ദൈവഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിരന്തരം ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുന്ന അനേകരെ എനിക്കറിയാം. നിശ്ചിത സമയങ്ങൾ ക്രമമായി പ്രാർത്ഥിക്കുന്നവരെയും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കുവാൻ സഭ ശ്രദ്ധയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി. നമുക്കും അതുപോലെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും കർത്താവ് കേട്ട് മറുപടി നൽകുമെന്ന് വിശ്വസിക്കുക. ഈ വിശ്വാസം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ലയിച്ച് ചേരട്ടെ. അപ്പോൾ ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കും. പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാനും സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമ്മാനം ലഭിക്കുവാനും പ്രാർത്ഥനയാൽ ദൈവസേനയിൽ അഭയം പ്രാപിക്കുക. ഏത് കാലഘട്ടത്തിലും സ്വർഗം തുറക്കുന്ന താക്കോൽ പ്രാർത്ഥനയെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസേനയിൽ മുട്ടുകൾ മടക്കുക.